സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുമായി സർക്കാർ സമവായത്തിലെത്തി. സമയമാറ്റം തുടരുമെന്നും പരാതിയുണ്ടെങ്കിൽ അടുത്ത വർഷം പരിഗണിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി സംഘടനകളെ അറിയിച്ചു. അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടതി നിർദ്ദേശമുള്ളതിനാൽ ഈ വർഷം സഹകരിക്കുമെന്ന് സമസ്ത വ്യക്തമാക്കി. ബദൽ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ടെന്നും അടുത്ത വർഷം മുതൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായും സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞു. സമവായത്തിലാണ്, നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. ചർച്ച നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. 10 മണിക്ക് മുമ്പ് തുടങ്ങുന്നത് മദ്രസ പഠനത്തിന് ദോഷമുണ്ടാക്കുമെന്നാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മളും പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എങ്ങനെ കലണ്ടറൊക്കെ ഇറങ്ങി കോടതിയിൽ സമർപ്പിച്ചു പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് ഇനി അനുവാദം തരണം, വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചിറങ്ങിപ്പോരാണ് ചെയ്തത്. ഹാൻസ് ഡോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ചർച്ചയ്ക്കും ഒടുവിൽ പുതുക്കിയ സ്കൂൾ സമയക്രമത്തിൽ സമവായത്തിലെത്തിയിരിക്കുകയാണ് സർക്കാരും സമസ്തയും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതം ഹൈസ്കൂളുകളിൽ പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. മദ്രസ പഠനത്തെ ദോഷകരമായി ബാധിക്കും എന്നായിരുന്നു അവരുടെ നിലപാട്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ മുസ്ലിം മത സംഘടനകളുമായിട്ടും അതിനോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയത്. ആദ്യഘട്ടങ്ങളിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സർക്കാർ. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അവ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ള നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിന്നു. അത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിലും തീരുമാനമായി മാറിയത്. കാരണം ഈ യോഗത്തിൽ ശേഷം മന്ത്രി വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാർ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു. അതിൻ പ്രകാരം ഈ അധ്യയന വർഷം പുതുക്കിയ സമയക്രമവുമായി മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അടുത്ത അധ്യയന വർഷം പരിശോധിക്കും. കൂടാതെ ഈ സമയക്രമത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ പരാതികളുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ സർക്കാരിൻ്റെ നിലപാടിൽ സമസ്ത അടക്കമുള്ള മതസംഘടനകൾ അംഗീകരിച്ചു ഈ നിലപാടിനെ. ഈ അധ്യയന വർഷം ഇത്തരത്തിൽ മുന്നോട്ട് പോകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വേണമെങ്കിൽ അടുത്ത അധ്യയന വർഷം പരിശോധിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ഈ മന്ത്രിയുടെ ഉറപ്പ് പ്രതീക്ഷ നൽകുന്നു എന്നായിരുന്നു ഉമർ ഫൈസി മുക്കമടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സ്കൂൾ സമയമാറ്റ പ്രശ്നത്തിൽ അല്ലെങ്കിൽ വിവാദത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ്.